हेलो गाइस, गुड मॉर्निंग। मेरा വീഡിയോയിലേക്ക് സ്വാഗതം. आज ഫ്രൈഡേ ഗായ്സ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. എണീറ്റപ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും കഴിപ്പ് തുടങ്ങി. ഒരു പൊട്ടറ്റോ ഫ്രൈ രാവിലെ ഒന്നും കഴിക്കാനില്ലായിരുന്നു. പൊട്ടറ്റോ ഫ്രൈ കഴിച്ച് പിന്നെ ആയപ്പോഴത്തേനും സമയം പോകുന്നില്ല. രാവിലെ 9:30 ആയപ്പോൾ എണീറ്റ് പിന്നെ അവിടെ എല്ലാം ചുമ്മാ ഒന്ന് അടുക്കി വെച്ചേക്കാന്ന് വിചാരിച്ച് ഒക്കെ എടുത്ത് നേരെയാക്കി വെച്ച് എല്ലാം സെറ്റാക്കി വെച്ച് നാളെ ആകുമ്പോൾ മൊത്തം ഞാൻ പുറത്ത് വേറെ എനിക്ക് വെക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ എന്നാൽ കുളിച്ചേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ചൂടൊക്കെ തുടങ്ങി. അപ്പം കുളിക്കാതെ കിടക്കാൻ പറ്റത്തില്ല. അപ്പം ഏതായാലും സമയം പോലെ പിന്നെ എനിക്ക് നല്ല തലവേദനയുണ്ട്. അപ്പം ഞാൻ എണീറ്റ് കുളിക്കാമെന്ന് വെച്ച്. എല്ലാവരും അവധിയുള്ളപ്പോഴാണ് മുഖത്ത് ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് മൂടുള്ളപ്പോഴാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ എനിക്ക് ചുമ്മാ ഒരു ഇതൊന്നും പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ പിന്നെ അത് കൊടുത്തത് മുട്ടാനിമുട്ടിയോ സാധനം തേക്കുകയാണ്. ഇന്ന് ഓർത്തത് തലയും കൂടെ നനച്ചേക്കാണ്. പിന്നെ ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് നാളുകൾക്ക് മുമ്പ് കാച്ചിക്കൊണ്ട് വന്നു. അമ്മ എനിക്ക് കാച്ചി തന്നു. ഇതുവരെ തീർന്നില്ലെന്നാണ്. അതുപോലെ ഞാൻ എണ്ണ തേക്കുന്നുണ്ട് എൻ്റെ തലയിൽ. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. താരനാണ് തലയിൽ. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സുഖം. അതിനുവേണ്ടി അതും അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഷാമ്പു ഇട്ട് കളയാനുള്ളതാണ്. പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ ഇടുന്നതേ ഉള്ളൂ. പിന്നെ തലയൊന്നും മസാജ് ചെയ്ത് ബോധമൊക്കെ വരുത്തും. സിസ്റ്റർ പറയുന്ന പോലെ നിൻ്റെ തലയിലെ ബോധമൊക്കെ വെളി വാ നീ എന്ത് ഇങ്ങനെയെന്നൊക്കെ സിസ്റ്റർ ചോദിക്കുന്നത്. ഞാൻ വെളി വരുത്ത സിസ്റ്റർ. ഞാൻ മസാജ് ചെയ്തു. എന്താ നടത്തില്ല, എല്ലാവർക്കും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. തല തുറത്തുന്ന ഷോയിലാണ്. എൻ്റെ ബാത്റൂം വ്ളോഗാണ് ഗൈസ്. വേറെ സ്ഥലമൊന്നുമില്ല ഗൈസ് എടുക്കാനായിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വ്ളോഗ് എടുക്കണം. എൻ്റെ ടൈം കളയണം ഇതുപോലെ സമയം. പിന്നെ മുടിയൊക്കെ കോതാവേ മുടിയൊക്കെ ചടക്കൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണ്ടേ. വല്ലപ്പോഴുമാണ് ഇതൊക്കെ സമയം കിട്ടുന്നത്. അപ്പോൾ അങ്ങ് ചെയ്യുന്നത്. കുളിക്കുമ്പോൾ നല്ല സുഖമാണ്. പിന്നെ പോയി കിടന്നുറങ്ങണം. അതിനുള്ള പെടാപ്പാടിലാണ്. തുണിയൊക്കെ അലക്കി കുറച്ച് ദിവസം തുണിയൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. രാത്രി ഇനി ഉറക്കം അളക്കണമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇവിടെ ഇപ്പം മുഖമൊക്കെ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് എന്തോ അതിൻ്റെ ആയിരുന്നു പോൺസിൻ്റെ എന്തോ. പിന്നെ ഫേസൊക്കെ കുറച്ച് ഇതൊക്കെ വാരി ബെതറി. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ ചന്ദനക്കുറി ഇട്ടേക്കാമെന്ന് വിചാരിച്ചൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടട്ടെ വിചാരിച്ച് ചന്ദനക്കുറിയൊക്കെ ഇട്ട്. എന്തൊക്കെയോ ഞാൻ ഇത് പറയുന്നുണ്ട്. എന്താണോ എന്തോ. ഓ അടിപൊളി. ഓ എന്താ ലുക്ക്. പിന്നെ അതൊക്കെ ഇട്ട് പിന്നെ അവളുടെ ചന്ദനം എല്ലാം കഴുകിക്കളഞ്ഞ് എന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. അങ്ങനെ എൻ്റെ ബാത്റൂമിൽ നിന്ന് ഞാൻ മോചിതയെ വിളിച്ചെന്ന്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ മുന്തിരിങ്ങ ഇരിപ്പുണ്ട്. രാവിലെ ഒന്നും ഇവിടെ കഴിക്കാനില്ലായിരുന്നു. പിന്നെ മുന്തിരിങ്ങ പൊക്കിക്കൊണ്ട് കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ട് വന്ന് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വിശന്ന് ഉച്ചയായില്ലൊന്നും കഴിച്ചില്ലല്ലോ. പിന്നെ കപ്പയും മീൻകറി മലയാളിക്കടയുണ്ട് ഇവിടെ. കപ്പയും മീൻകറിയും മേടിച്ച് നല്ല ചൂരക്കറിയായിരുന്നു. അതും കൂട്ടി നല്ല കുഴച്ച് കഴിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കിട്ടുന്ന അടിപൊളിയായിരുന്നു. ഇവിടെ അപ്പോൾ ഉണക്കം പരിപ്പും സാമ്പാറും. പിന്നെ ഒരു 12:30 ആയപ്പം കിടന്നുറങ്ങി. ഒരു 3:30 ആയപ്പോൾ ഞാൻ എണീറ്റെന്നാണ് കൈ കൊണ്ട് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ 3:30 അത് കാണിച്ചതെന്ന്. പക്ഷെ എണീക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ഞാൻ എണീറ്റ് എനിക്ക് നല്ല തലവേദന ഉണ്ട്. 4:30 ചായയൊക്കെ കുടിച്ചേക്കാന്ന് വെച്ച് 4:30 ആയപ്പോൾ എണീറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ചായ കുടിക്കാൻ പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേനുമാണ് ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ ഞാൻ എന്ത് ചെയ്യും. പിന്നെ അവളാണെങ്കിൽ ഫോണിലാണ്. അവളെ കൊണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തി. അപ്പം അതേ ചായ ഇടാത്തില്ല. പക്ഷെ ചായ ഉണ്ട് അതിനകത്ത്. അത് കമത്തണം. അവൾ പിന്നെ കമത്തിക്കുന്നു കേട്ടോ. പിന്നെ ചായ അവളാണെങ്കിൽ ഫുൾ ഭാഗം നിറച്ച്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ ഒരുങ്ങി ചന്ദനക്കുറയൊക്കെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് എന്ത് യുദ്ധം അവിടെ കാത്തിരിക്കുന്നു ഓർത്താണ് ഞാൻ പോകുന്നത്. അത് കഴിക്കണ്ടേ. മുളക് ചാലിച്ചതും വറുത്തതും കുറച്ച് തൈരുണ്ട്. പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ ലിഫ്റ്റ് കാത്തുനിന്ന്. അപ്പം തന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. ഡോക്ടറെ കേക്ക് ഇത്രയും നല്ല ഡോക്ടർ എവിടെ കിട്ടും? ഡോക്ടർ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര വീഡിയോ മതി എല്ലാവർക്കും വീഡിയോ എടുക്കുകയാണ്. എല്ലാവരും ഓർമ്മ ചേച്ചിയുടെ ഒരു പൂജയിലാണ്. അവര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഷുഗർ എന്നാ പറയുന്നത്. ഡോക്ടർ പറഞ്ഞു ഷുഗർ എന്ത് ഷുഗർ ഈ പ്രായത്തിൽ
ഏത് പ്രായത്തിൽ കഴിക്കും? ഡോക്ടറിനോ കഴിക്കാൻ പറ്റുന്നില്ല, എങ്കിലും കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ തള്ളിക്കിരിക്കും. അപ്പം നാടടാ അടുത്ത ആൾ വരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡോക്ടറാണ് ഡോക്ടർ ഞാൻ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഡോക്ടർ എങ്ങനെ എനിക്ക് എന്തുവാണ് ഡോക്ടറിനെ പറഞ്ഞ് പുകഴ്ത്താൻ വേണ്ടി ഇനി വാക്കുകളില്ല. അതുപോലെ നല്ല ഡോക്ടറാണ്. പിന്നെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് എപ്പോഴാണ് രാത്രി 12 മണിക്കാണ് ഈ നടക്കുന്നത്. അപ്പം നേരെ ഡെയിലി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കിട്ടും. പിന്നെ വെജിറ്റബിൾ റൈസോ എന്തോ ഞങ്ങളൊരു 1:30 ഇപ്പോൾ കഴിക്കാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ നമുക്ക് ഹോസ്റ്റലിൽ പോയി കിടന്ന് ഉറങ്ങണ്ടേ, അതിൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ നടത്തുകയാണ്. ചാർട്ടിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, ചാർട്ടിങ് ഒക്കെ പിറ്റേ ദിവസത്തേക്കുള്ളെല്ലാം റെഡിയാക്കി വെക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്താ മെഡിസിനൊക്കെ കൊടുക്കണ്ടേ, ട്രക്ക് ഷീറ്റൊക്കെ നോക്കി മെഡിസിനൊക്കെ എടുത്ത് ഹാൻഡ് ഓവറൊക്കെ എഴുതണ്ടേ, ടൈമൊക്കെ ഇടണ്ടേ, ഈ ടൈമൊക്കെ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും ചായക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞു വിട്ട് എൻ്റെ പാർലി ബിസ്ക്കറ്റ് എൻ്റെ ചേച്ചി ഞാൻ എടുക്കുന്ന വീഡിയോ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. ചായക്ക് അവളാണെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിക്കാർ വന്ന് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പിന്നെ രാത്രി ഇടാനുള്ള യൂണിഫോം എടുത്തിട്ട് വന്ന് അപ്പോഴെന്തേ ഞങ്ങളുടെ ആരാ നിങ്ങളുടെ സിസ്റ്ററിനെ യാത്രയാക്കുമ്പോൾ സിസ്റ്റർ കുശലൊക്കെ പറഞ്ഞു ഞങ്ങൾ പിന്നെ തിരിച്ച് ഹോസ്റ്റലിൽ രാത്രി പോയി വെളുപ്പിനെ വന്നു. ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകി കടക്കണ്ട. രാവിലെ ഒന്നും കഴിക്കാനില്ലെന്ന് വടയും സാമ്പാറും എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ മുഖമൊക്കെ കഴുകി എന്നാൽ കിടക്കാമെന്ന് വെച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.